ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നമ്മുടെ പ്രോജക്റ്റിന്റെ ഫയൽസ് ചെയ്ത് ഏട്ടൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നോ? നീ ഇറങ്ങുതാ, ഞാൻ ഒപ്പിട്ട് തരാം. ഗോപു ഒന്ന് ഹോൾഡ് ചെയ്യും. അസുഖം പൂർണ്ണമായും ഭേദമാകുന്നതിനായി ഇനി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരുമോ സമേച്ച? ഏയ്, അധികം കാത്തിരിക്കേണ്ടിയൊന്നും വരില്ല. ഏറെ വൈകാതെ തന്നെ സിദ്ധുവിന്റെ അസുഖമൊക്കെ മാറി പഴയ സിദ്ധുവായി തിരികെ വരും. വെളുത്തവാവ് അടുത്തു വരികയാ. ഈ വരുന്ന വെളുത്തവാവ് ദിവസം ഞാൻ എങ്ങനെയും ആ മനോരഞ്ജിത പുഷ്പം അവിടേക്ക് എത്തിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് മനോരഞ്ജിത പുഷ്പം വെച്ച് മരുന്ന് തയ്യാറാക്കിയേക്കാം. അതുകൂടി ഔഷധമായി സേവിച്ചു കഴിഞ്ഞാൽ സിദ്ധുവിന്റെ രോഗം പൂർണ്ണമായും ഭേദപ്പെടും. ദൈവം അനുഗ്രഹിച്ചാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് സിദ്ധുവിനെ പഴയ നിലയിൽ എത്തിക്കാൻ സാധിക്കും. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി സ്വാമിയച്ച. ശരി ശരി. മഹേട്ടാ, സിദ്ധു, നിന്റെ അസുഖം ഭേദമാകാൻ പോകുന്നടാ. എന്താച്ചാ? എടാ മോനെ, ആ സ്വാമിയച്ഛൻ ഇപ്പൊ വീഡിയോ കോളിൽ വിളിച്ച് ഇവിടെ എല്ലാവരോടും സംസാരിച്ചു. സിദ്ധുവിന്റെ അസുഖം ഉടനെ ഭേദാവുന്ന അയാള് പറയുന്നത്. മിക്കവാറും 2 ആഴ്ച കഴിയുമ്പോ അസുഖം മാറിക്കിട്ടും അത്രേ. ഏയ്, അങ്ങനെ സംഭവിക്കോ? അല്ല, അത് സംഭവിച്ചുകൂടാന്നില്ല. അഥവാ 2 ആഴ്ച കഴിയുമ്പോ സിദ്ധുവിന്റെ അസുഖം മാറിയാൽ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോകും കേട്ടോ. നമുക്കിനി പാഴാക്കാൻ അധികം സമയമില്ല. പിന്നെ നമ്മുടെ പ്ലാൻ ഉടനെ വർക്കൗട്ട് ചെയ്യണം. ഞങ്ങൾ നിന്റെ കയ്യിൽ തന്ന ആ ഡോക്യുമെന്റ്സ് നീ എത്രയും പെട്ടെന്ന് അവരെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കണം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. എന്ത് തന്ത്രം പ്രയോഗിച്ചിട്ടാണെങ്കിലും അവരെ കൊണ്ട് ഞാൻ ആ ഡോക്യുമെന്റ്സ് ഒപ്പിടിച്ചോളാം. മതി. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന എന്റെ ആദ്യത്തെ ജോലി അത് തന്നെയായിരിക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. മോനെ, പറഞ്ഞൊന്നും മറക്കണ്ട. എല്ലാം ഞാൻ ഏറ്റു. മോനെ സൂക്ഷിക്കണം, ആർക്കും ഒരു സംശയവും തോന്നരുത്. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, ബൈ. ശരി. ഇതൊന്നും നടന്നു കിട്ടിയ എല്ലാ മാരണങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. ഇനി നമുക്ക് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാം. നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ വന്ന് ചേരുകയും ചെയ്യും. ഓ, ഇതെല്ലാം കൈവന്ന് ചേർന്നിട്ട് വേണം രാജകീയ പ്രൗഢിയും ജീവിതം ശരിക്കൊന്ന് ആസ്വദിക്കാൻ. ആ, എന്താ ഗോപിയെ? ഹലോ ഋഷി. നീ കാര്യം എന്താന്ന് പറ. എന്താ കാര്യമൊന്നോ? ഋഷി എന്തിനിപ്പ അങ്ങനെ ചോദിച്ചേ? എന്താ എന്റെ അർത്ഥം? നീ കാര്യം എന്താന്ന് വെച്ചാ പറ ഗോപിക. ഞാൻ കുറച്ച് തിരക്കിലാ ഇവിടെ. അതുകൊണ്ട് ഞാൻ എന്ത് വേണം? അപ്പോയിന്റ്മെന്റ് എടുത്ത് കാത്തിരിക്കണോ? ഗോപിക, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വെറുതെ സംസാരത്തിന് നിൽക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ ഭർത്താവിനോട് സംസാരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണോ? വേണോന്ന് കാരണം പറഞ്ഞാലേ ഋഷി എന്നോട് സംസാരിക്കുള്ളൂ. എന്റെ പൊന്നു ഗോപിക, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചല്ല. ഞാൻ ദേ ഇപ്പോ ഓഫീസിൽ വന്ന് കയറിയുള്ളൂ. ഇവിടെ വന്നപ്പോ കുന്നുകണക്കിനും വർക്ക് ലോഡും. ഞാൻ അതിന്റെ ശ്രദ്ധയിലായിപ്പോയി. അതുകൊണ്ടാണ് നിന്നോടുള്ള ചോദ്യം അങ്ങനെ ആയിപ്പോയത്.
നീ ഒന്ന് ക്ഷമിക്കൂ ഗോപു. എപ്പം വിളിച്ചാലും ഇങ്ങനെ തന്നെയാ. തിരക്ക് തിരക്ക് തിരക്ക്. സാധാ സമയം ഓഫീസിലെ കാര്യം നോക്കി ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇവിടെ ഇങ്ങനെ ഒരാളും ഉണ്ടെന്നുള്ള ചിന്ത ഈയിടെയായിട്ട് ഋഷിക്ക് തീരെയില്ല. നമ്മൾ തമ്മിൽ ശരിക്കൊന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായി? ഋഷിക്ക് ഇപ്പൊ എന്നോട് സംസാരിക്കാൻ സമയമില്ല, താല്പര്യമില്ല. എത്ര ദിവസമായി നമ്മൾ ഒരുമിച്ച് പുറത്തേക്കൊന്ന് പോയിട്ട്? ഋഷിക്ക് ഇപ്പൊ എന്നോട് ആ പഴയ സ്നേഹമോ പ്രേമോ ഒരു മണ്ണം കെട്ടയില്ല. ചേച്ചി പോലും എത്ര സമയം സിദ്ധുവേട്ടനോടൊപ്പം ചെലവഴിക്കുന്നത്? ചേച്ചിക്ക് എന്തെല്ലാം തിരക്കുണ്ട്. എന്നിട്ടും സിദ്ധുവേട്ടന് വേണ്ടി സമയം മാറ്റിവെക്കാൻ ചേച്ചിക്ക് പറ്റുന്നുണ്ടല്ലോ. അതൊക്കെ കണ്ടേ ഋഷി പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഋഷി എന്നെ സ്നേഹത്തോടൊന്ന് നോക്കുകയെങ്കിലും ചെയ്യാറുണ്ടോ? സോറി ഡിയർ. ഇവിടുത്തെ തിരക്ക് കാരണം ഗോപിയൊക്കെ എന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നത്. സാരമില്ല, ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം. എന്റെ പൊന്നിന് വേണ്ടി ഞാൻ സമയം മാറ്റി വെച്ചോളാം. വേണ്ട, സോപ്പൊന്നും വേണ്ട. സോപ്പൊന്നും അല്ലോടോ. ഇനി തന്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. ശരി, പുന്നാരമുത്തിന് എന്താ പറയാനുള്ളത്? ഒത്തു പറഞ്ഞോ. ആ ഋഷി, അത് ഗോപു ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇവിടെ ആരോ വന്നിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. യെസ്, കമിൻ. ആരാ? ഗോപിക, ഒരു മിനിറ്റ്. ഗോപു, ഇവിടെ അത്യാവശ്യം ജോലിയുണ്ട്, ഞാൻ വിളിക്കാവേ. ഋഷി, ഫോൺ കട്ട് ചെയ്യല്ലേ? കട്ട് ചെയ്താ ഞാൻ പിണങ്ങുവേ. പിന്നീട് ഒരിക്കലും ഞാൻ സംസാരിക്കത്തില്ല. ഗോപിക, ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. പറ്റില്ല, എനിക്കിപ്പോ ഋഷിയോട് സംസാരിക്കണം. ഒന്ന് വെയിറ്റ്. എനിക്ക് ഋഷിയുടെ കുറച്ച് സമയം വേണം. എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോ ഋഷിയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഋഷിയോട് ഇപ്പൊ സംസാരിക്കണം. സംസാരിച്ചേ തീരൂ. ഗോപു, ചില അത്യാവശ്യ ഫയലുകൾ എനിക്ക് ഒപ്പിടാനുണ്ട്. അത് വായിച്ചു നോക്കി വേണം ഒപ്പിടേണ്ടത്. അതിന് ഇത്തിരി സമയമെടുക്കും. അത് കഴിഞ്ഞാൽ ഉടനെ വിളിക്കാം. പറ്റില്ല, കോള് കട്ട് ചെയ്താൽ ഞാൻ പിണങ്ങും. ഋഷേട്ടാ, ഇതൊക്കെ ഇപ്പൊ തന്നെ ഒപ്പിട്ട് കൊടുക്കേണ്ട ഫയലുകളാ. കുറച്ച് കഴിഞ്ഞ് ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്, അതിനുള്ള പേപ്പേഴ്സാ ഇത്. മീറ്റിംഗിന് മുൻപ് ഒപ്പിട്ട് കിട്ടണം. നമ്മുടെ പ്രോജക്റ്റിന്റെ ഫയൽസാ ഇത്. ഏട്ടൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നോ? നീ അതിങ്ങതാ, ഞാൻ ഒപ്പിട്ട് തരാം. ഗോപു, ഒന്ന് ഹോൾഡ് ചെയ്യും.